പഠിച്ചതൊക്കെ മറന്നു പോകുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വായിക്കുന്നുണ്ട്, പക്ഷെ പല കാര്യങ്ങളും പഠിക്കുന്നു, ഓൺ ദ സ്പോട്ട് മറന്നു പോകുന്നു. ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് അല്ലേ? നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും ഉള്ള സെയിം ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ടെൻഷൻ അടിക്കും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയാ പഠിക്കുക, പഠിച്ചൊന്നും ഓർമ്മ നിൽക്കുന്നില്ലല്ലോ അല്ലേ? അത് എക്സാമിൻ്റെ സമയത്താണ് പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യുക, അതിനെപ്പറ്റി ചിന്ത വരിക. ഇപ്പം നിങ്ങൾ എക്സാം ടൈമിലൂടെ കടന്നു പോകുകൊണ്ട് നമുക്ക് മിസ്സിനും അത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓരോരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച് സെറ്റാക്കുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകുന്നു. ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. പക്ഷേ ഇത് സെറ്റാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് വായിച്ച് റിവിഷൻ ചെയ്ത് പഠിക്കുക, ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക. ഇതൊക്കെ തന്നെ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തെ കാര്യം ഏകദേശം എന്താണ്, നമ്മുടെ എൻഡിലോട്ട് എത്തിയ സ്ഥിതിക്ക് അടുത്ത വർഷം ഒരു മുഴ മുമ്പേ എന്ന് പറയുന്ന പോലെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയാലോ മക്കളെ? അതല്ലേ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. യെസ്. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വി ബാച്ച് നിങ്ങൾക്ക് റെഡി ആച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ 4-ൽ നിന്ന് 5-ലോട്ട് കടക്കാൻ പോവാണ് അല്ലേ? LPയിൽ നിന്ന് UPയിലോട്ട് കടക്കാൻ പോവാണ്. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരാണ്. ഈവൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ കുറച്ചും കൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പല സബ്ജക്റ്റുകളിൽ മാറ്റങ്ങൾ വരാണ്. സോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ? പല രീതിയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. സോ നമ്മൾ പഠിച്ച് സെറ്റാക്കുക എന്നുള്ളത് എന്താണ്? നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ ഇത് കാണുന്ന പാരൻസ് ആയിക്കൊള്ളട്ടെ, സ്റ്റുഡൻസ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത വർഷത്തിലോട്ട് നിങ്ങൾ മക്കൾ അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മളെ സഹായിക്കാനാണ് പൃഥ്വിയുടെ ബാച്ച് ഉള്ളത്. സോ പൃഥ്വി ബാച്ചിൽ കുറേ സ്പെഷ്യാലിറ്റി ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. 2 രീതിയിൽ നിങ്ങൾക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ ബേസ് പ്ലാൻ ആണ്. ബേസ് പ്ലാനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻഡ് DPP കാര്യങ്ങൾ, നോട്ട്സുകളും കാര്യങ്ങളൊക്കെ ലഭിക്കും. സെക്കൻഡ്, ഇൻഫിനിറ്റി എടുക്കുന്നതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജസ്? അതും പലർക്കുള്ള സംശയമാണ്, അതും ക്ലിയർ ആക്കാം. അതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പേൾ വീഡിയോയുടെ ആക്സസ് നിങ്ങൾക്ക് അതിലൂടെയാണ് ലഭിക്കുക. അപ്പോൾ എന്താണ് പേൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങളുടെ കുട്ടി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് കാണുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഈ ഒരു വീഡിയോ കാണുക. ഇത് കണ്ടതിന് ശേഷം നമ്മുടെ ക്ലാസ്സിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, പഠിച്ചത് മറന്നു പോകുന്നു എന്നുള്ള പ്രശ്നങ്ങളൊന്നും അധികം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻഡ് ഗെയിം ബാച്ചിന്റെ ആക്സസുകൾ ലഭിക്കുന്നതും അതുപോലെ അപ്കമിംഗ് ആയിട്ടുള്ള ബാച്ചസുകളുടെ ആക്സസ് ലഭിക്കുക ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഇൻഫിനിറ്റിയിലൂടെയാണ്. സോ 2 രീതിയിലുണ്ട്. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏതാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ കുറേ ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് വരും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. സോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതുവഴി കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഡമാക്കയാണ്. എന്താ ഡബിൾ ഡമാക്ക എന്നറിയോ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓഫ് റോഡ് കൂടിയിട്ട് പഠിക്കാം. മാർച്ച് 20-ന് മുമ്പേ ആണ് ആപ്പ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10% ഓഫ് ലഭിക്കും. കൂടാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 മക്കൾക്ക് സ്മാർട്ട് വാച്ച് ലഭിക്കും. സോ ഇത് അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ്. കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ ഓഫേഴ്സും കാര്യങ്ങളും റൺ ചെയ്യുകയുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണിപ്പോൾ. സോ ഇനി ഒരു ടെൻഷനും വേണ്ട, ഉഷാറായി തന്നെ നമുക്ക് പഠിക്കാം. 4ാം ക്ലാസ് പഠിച്ച് സെറ്റാക്കിയ പോലെ 5ാം ക്ലാസ്സിൽ അതിലും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. സോ പഠിച്ചതൊന്നും ഇനി മറന്നുപോയില്ല, എല്ലാം കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാം. സോ ലൈവിൽ ഉണ്ടാവണം, അതുപോലെ ബാച്ചിൽ ഉണ്ടാവണം, ഉഷാറായി പഠിക്കാം. അവിടെ കാണാം. ബൈ.